ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ പലരും വോട്ടപ്പട്ടികയ്ക്ക് പുറത്താണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടാണ് കൂടുതലും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇവരെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുമാണ്. രേഖകൾ സമർപ്പിച്ചിട്ടും വോട്ട് പുനഃസ്ഥാപിച്ചിട്ടില്ലെന്ന് വോട്ട് നഷ്ടപ്പെട്ടവർ മീഡിയ വണ്ണോട് പറഞ്ഞു. जी हम तो पार्षद वाला में भी वोट गिराए थे सर। अभी नहीं नहीं अभी कहाँ है? क्यों बोल दिया जी? क्यों बोला उधर? जी बोले मतदान कम खोजे हैं, पर्ची नहीं मिल पाया। नहीं ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, പോളിംഗ് തുടങ്ങിയോ ബീഹാറിൽ? ആദ്യത്തെ ഘട്ടത്തിൽ വലിയ തരത്തിൽ വോട്ടിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പലപ്പോഴും ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന പല ആളുകളും മൂന്നോ നാലോ പേര് തന്നെ പേരില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാര്യം മീഡിയ വൺ സംഘം ഇന്നലെ ബഹാദൂർപൂറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അത് അവിടെ യാദവ കുടുംബത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ള പലർക്കും വോട്ട് നിഷേധിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് മൃത് എന്ന് രേഖപ്പെടുത്തിയാണ് വോട്ട് നിഷേധിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി രാജകുമാരി ദേവി എന്നുള്ള ഒരു സ്ത്രീയാണ് നമ്മളോട് സംസാരിച്ചത്. അവർ കൃത്യമായി സത്യവാങ്മൂലം നൽകുകയും വോട്ട് പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് BLOയ്ക്ക് അവർ രേഖാപരമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അവരുടെ വോട്ട് ഇതുവരെ ചേർക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വോട്ട് ചേർത്തു എന്ന് BLO പറഞ്ഞ ഉറപ്പിലാണ് മനോജ് കുമാർ ദർഭംഗയിൽ വോട്ട് ചെയ്യാനെത്തിയത്. ആ മനോജ് കുമാറിൻ്റെ ബൈറ്റാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ്, ബൂത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനോജ് കുമാറിൻ്റെ സഹോദരിക്കും വോട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയുന്നത്. ഇത് പാസ്വാൻ ടോള എന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. കാര്യം ഇവിടെ ബീഹാറിൽ നമ്മൾ ദർഭംഗ തുടങ്ങിയ മധുബനി തുടങ്ങിയ ഏരിയകളിലേക്ക് കടക്കുമ്പോൾ, അതായത് പാറ്റ്ന വിട്ടിട്ട് റൂറൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവിടെ എല്ലാവരും ഈ ചേരികളായി അതാത് ജാതികൾ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അങ്ങനെ ഒരു കൂട്ടമായി താമസിക്കുന്ന ദളിതുകൾ, മഹാദളിതുകൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ വോട്ടാണ് ഇപ്പോൾ റദ്ദായിരിക്കുന്നത്. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ വോട്ട് പുനഃസ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. അർഹരായ ഒരാളെ പോലും വോട്ട് ചെയ്യാതെ പോകരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം SIR പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ബീഹാറിൽ നടക്കുന്ന ഈ SIR നടപടിക്രമങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ എടുക്കുമ്പോൾ ഇക്കാര്യങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഈ ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പാസ്വാൻ തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ടവർ, ദളിതുകൾ, മഹാദളിതുകൾ, ഇവരുടെ വോട്ടുകളാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇവർക്ക് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് RJDക്കോ കോൺഗ്രസിനോ ഉൾപ്പെടുന്ന ഇന്ത്യ മഹാസഖ്യത്തിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണ് ഇപ്പോൾ ഇല്ലാതായി എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രത്യേകം നിരീക്ഷിക്കേണ്ടതാണ്.